Good morning, all. Okay. What kind of surprise okay now? You know, like kind of surprise okay now. Okay, and they're gonna doubt or doubt. നമ്മൾ എവിടെ വരെ എടുത്ത് നിർത്തിയത് അതായത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ട്രേഡ് യൂണിയന്റെ അല്ലെ അതിന്റെ 5th പോയിന്റ് വരെയാണോ ആണോ 5th പോയിന്റ് വരെയാണോ നമ്മൾ എടുത്ത് നിർത്തിയത് പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ യൂണിയന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ അത് അച്ചീവ് ചെയ്തെടുക്കാനായിട്ടാണ് ട്രേഡ് യൂണിയൻ അവിടെ പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു ഇൻകം സെക്യൂരിറ്റി അല്ലെ അവരുടെ വരുമാനം അത് കൃത്യമായിട്ട് തന്നെ ഒരു സുരക്ഷയോടുകൂടി ഉറപ്പാക്കാനായിട്ട് ഇൻ കേസ് ജോബ് സെക്യൂരിറ്റി ജോലി എങ്ങാനും നഷ്ടപ്പെട്ടു പോവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിന് അല്ലെ അതിനുമായി വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്ന ഒരു യൂണിയനായിട്ട് പ്രവർത്തിക്കുന്നു ഇൻ കേസ് കമ്പൽസറി ആയിട്ട് ഇവര് എന്തെങ്കിലും എന്താണ് റിട്രെഞ്ച്മെന്റ് അല്ലെങ്കിൽ കമ്പൽസറി റിട്ടയർമെന്റ് ലേ ഓഫ് ഒക്കെ വരുന്ന സാഹചര്യത്തില് എംപ്ലോയീസിന് അർഹമായിട്ടുള്ള എന്തെങ്കിലും സെക്യൂരിറ്റി എമൗണ്ടുകളൊക്കെ ലഭ്യമാക്കാനൊക്കെ ആയിട്ട് ട്രേഡ് യൂണിയൻ നിലകൊള്ളുന്നു അതേമാതിരി തന്നെ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ സെക്യൂരിറ്റിയും കൂടി അല്ലെ അവരുടെ തൊഴിലാളികളുടെ സേഫ്റ്റി സുരക്ഷാ കാര്യമായി ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങൾക്കും ട്രേഡ് യൂണിയൻ നിലകൊള്ളുന്നു സോഷ്യൽ സെക്യൂരിറ്റി നമ്മൾ പറഞ്ഞു അല്ലെ അവിടെ തീർച്ചയായിട്ടും റിട്ടയർമെന്റിന് ശേഷം അല്ലെ ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം ഒക്കെ ആണെങ്കിൽ എന്താണ് അവിടെ സുരക്ഷ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ അവിടെ ട്രേഡ് യൂണിയന്റെ പങ്കാളിത്തം നല്ല രീതിയിൽ നിർവഹിക്കുന്നുണ്ട് ടു പ്രൊവൈഡ് ഇമോഷണൽ സെക്യൂരിറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്തു ഓക്കെ അതായത് വർക്ക് പ്ലേസിൽ എന്തെങ്കിലും അല്ലെ വൈകാരികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് സെക്യൂരിറ്റി ഉറപ്പാക്കുന്നതും ട്രേഡ് യൂണിയനാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ് ടു മെയിൻറ്റെയിൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്താണ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വാധീനം അല്ലെ നമുക്കറിയാം രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പിൻബലത്തിൽ തന്നെ നിന്നുകൊണ്ട് അവിടെയുള്ള തൊഴിലാളികൾക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് എളുപ്പം സാധിക്കും അല്ലെ അപ്പൊ യൂണിയൻ എന്താണ് രാഷ്ട്രീയമായിട്ടുള്ള പല സ്വാധീനങ്ങൾ ഇൻ കേസ് നമ്മള് ചെറുതായിട്ടൊക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷൻ സാധ്യതകളൊക്കെ വരുമ്പോൾ അല്ലെ നമുക്ക് അനുയോജ്യമായ പ്ലേസ് തിരഞ്ഞെടുക്കാനൊക്കെ രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട് ഓക്കെ നോക്കാം ഓൾ ട്രേഡ് യൂണിയൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഓഫ് ദ കൺട്രി ഓക്കെ നമുക്കറിയാം എല്ലാ ട്രേഡ് യൂണിയനുകളും പ്രവർത്തിക്കുന്നത് ഏതെങ്കിലുമൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തിൽ തന്നെയായിരിക്കും they do so in order to increase their leverage on bargaining powers okay നമുക്കറിയാം ആ ഒരു രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് തന്നെയായിരിക്കും അവര് അവരുടേതായിട്ടുള്ള വിലപേശല് അല്ലെ അതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നമുക്കറിയാം ഒരു നേതൃത്വ സ്ഥാനം അല്ലെ ആ നേതൃത്വ പവർ ആ ശക്തി കൊണ്ട് തന്നെയായിരിക്കും അവര് എന്താണ് എംപ്ലോയറിൽ നിന്നും അല്ലെ തൊഴിലുടമയിൽ നിന്നും ബാർഗെയിൻ ചെയ്ത് വിലപേശി കാര്യങ്ങളൊക്കെ നേടിയിരിക്കുന്നത് nowadays having connections and relations with the various political parties have become a common feature of a trade union. Okay, ഒരു സാധാരണയായിട്ടുള്ള ഒരു സവിശേഷ ഇത് മാതൃകയെ അല്ലെ ഏതൊരു കമ്പനി എടുത്തു കഴിഞ്ഞാലും അവിടെ ട്രേഡ് യൂണിയനുകൾ നിലകൊള്ളുന്നുണ്ട് ഈ ട്രേഡ് യൂണിയനുകൾ വ്യത്യസ്തമാണെങ്കിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനത്തോടു കൂടിയായിട്ടായിരിക്കും അവിടെ നിലകൊള്ളുന്നത് sometimes the trade unions seems to be working as a partners and associates of political parties
ഓക്കെ, എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ അസോസിയേഷൻ ആണ് അല്ലെ, സംഘടനയായിട്ടാണ് ട്രേഡ് യൂണിയൻ അവിടെ നടക്കുന്നത്. അതായത് ആ ഒരു പൊളിറ്റിക്കലിന്റെ ശേഷി അത് എത്രത്തോളം ഉണ്ടോ അതിന്റെ പവർ അനുസരിച്ചിട്ടായിരിക്കും ഇവർക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, അതൊരു അസോസിയേഷൻ അല്ലെ, അതിന്റെ ഒരു ഭാഗമായിട്ട് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടൊക്കെയാണ് ട്രേഡ് യൂണിയൻ നിലകൊള്ളുന്നത്. It can be said that political power thus gained by unions is used for the benefits of employees and in order to protect their interest. Okay, നമുക്കറിയാം അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ അല്ലേ, ഏതൊരു എംപ്ലോയി ആണെങ്കിലും ആ എംപ്ലോയിയുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ അതിന് സംരക്ഷണം നൽകുക, അതാണ് പ്രധാനമായിട്ടും ട്രേഡ് യൂണിയനുകൾ അല്ലെ നടപ്പാക്കുന്നത്. നമുക്ക് ഇൻ കേസ് നമുക്കറിയാം എന്തെങ്കിലും അവർക്ക് ഇൻസെന്റീവ്സ് കിട്ടിയില്ലെങ്കിൽ, വേജസ് കിട്ടിയില്ലെങ്കിൽ, പ്രൊമോഷൻ സാധ്യതകൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അല്ലെ, അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ എന്തെങ്കിലും കിട്ടിയില്ല എങ്കിലാണ് ട്രേഡ് യൂണിയൻ അവർക്ക് വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്യുന്നത്, ആരോട്, തൊഴിലുടമയോട് ബാർഗെയിൻ ചെയ്യുന്നത്. അങ്ങനെ ട്രേഡ് യൂണിയൻ ബാർഗെയിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സപ്പോർട്ട് അവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അതിന്റെ ഇൻഫ്ലുവൻസ്, ആ പാർട്ടിയുടെ ഒരു വളരെയധികം പ്രചോദനം അവിടെ തീർച്ചയായിട്ടും പ്രതിഫലിക്കുന്നുണ്ട്. ഓക്കെ, നോക്കാം. ടു മെയിൻറ്റെയിൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസസ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. To ensure industrial democracy and inquiry. നമുക്കറിയാം വ്യാവസായികമായിട്ടുള്ള ഒരു ജനാധിപത്യം അല്ലെ, അതിന്റെ ഒരു കാഴ്ചപ്പാടും കൂടി ഇവിടെ വരുന്നുണ്ട്. നോക്കാം, റെഗുലർ ഇലക്ഷൻസ് ആണ് കണ്ടക്ടഡ് ഇൻ ട്രേഡ് യൂണിയൻസ് ഇൻ ഇലക്ട് their leaders. തീർച്ചയായിട്ടും നമുക്കറിയാം ട്രേഡ് യൂണിയൻസിലെ നേതാക്കന്മാരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, അവരവരുടെ ഇലക്ഷൻ സംഘടിപ്പിക്കും അല്ലെ, ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് കൂടുതൽ പ്രാതിനിധ്യം ആർക്കാണോ അവരെയായിരിക്കും ലീഡേഴ്സ് ആയിട്ട് തെരഞ്ഞെടുക്കുന്നത് അല്ലെ. അങ്ങനെയല്ലേ ഇലക്ഷന്റെ പ്രൊസീജിയർ, അങ്ങനെയാണല്ലോ അല്ലെ. അതുകൊണ്ടാണ് ആ ഒരു ഡെമോക്രസി, ആ ഒരു ജനാധിപത്യ രീതിയിലാണ് നമ്മളുടെ ട്രേഡ് യൂണിയൻ ലീഡേഴ്സിനെയും തെരഞ്ഞെടുക്കുന്നത്. This practice promotes democratic values among its members. ഓക്കെ, അതില് പ്രധാനമായിട്ട് പറയുന്നുണ്ട് എന്താണ്, അവിടെയുള്ള ജനാധിപത്യങ്ങളുടെ മൂല്യങ്ങൾക്ക് അല്ലെ, അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ പ്രാധാന്യം ഉണ്ടാക്കണം. തീർച്ചയായിട്ടും അവിടെയുള്ള തൊഴിലാളികൾ, അവർ അല്ലെങ്കിൽ ആ തൊഴിലാളികളുടെ മെമ്പർഷിപ്പ് അല്ലെ, ആ ഒരു യൂണിയനിൽ എത്രത്തോളം മെമ്പേഴ്സ് ആണോ അവിടെ ഉള്ളത് ആ മെമ്പേഴ്സിനായിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അല്ലെ. ഇൻ കേസ് ആ യൂണിയനിലെ മെമ്പർ ആണെങ്കിലായിരിക്കും ആ യൂണിയന്റെ കൂടുതൽ സപ്പോർട്ട് അവർക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കുന്നത്. ഇത് ഓൾസോ ഗിവ്സ് ഡ്യൂ പവർ ടു ദ ലോവർ ലെവൽ എംപ്ലോയി ടു ടേക്ക് പാർട്ട് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഇൻ ആൻ ഇൻഡയറക്റ്റ് വേ, ദാറ്റ് ഈസ് ബൈ ചൂസിങ് ദിയർ ലീഡർ. ഓക്കെ, നമുക്കറിയാം എന്താണ്, ഏത് തരത്തിലുള്ള ലെവലിലുള്ള എംപ്ലോയീസിനും എന്ത് ചെയ്യാനുള്ള പവർ ഉണ്ട്, വോട്ട് ചെയ്യാനുള്ള പവർ ഉണ്ട് അല്ലെ. ഈ വോട്ട് ചെയ്യാനുള്ള പവർ ഉണ്ട് എന്ന് പറയുന്നത് അവർക്ക് തീരുമാനമെടുക്കാനുള്ള പവർ ഉണ്ട്, ആരെ വേണം ലീഡർഷിപ്പ് ആക്കി എടുക്കാൻ അല്ലെ, ആരെയാണ് ലീഡർ എന്ന് സെലക്ട് ചെയ്യാനായിട്ടുള്ള പവർ ഓരോ വ്യക്തിയിലും ഓരോ എംപ്ലോയിയിലും ഉണ്ട്. അത് എന്താണ്, ലോവർ ലെവലിലുള്ള എംപ്ലോയിക്കും സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവർ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് അല്ലെങ്കിൽ ലീഡറെ തെരഞ്ഞെടുക്കുന്നത്. This exercise ensure that each and every member of the union may become an officer bearer of the union. Okay, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ, അവിടെ മെമ്പർഷിപ്പ് ആവണമെങ്കിൽ നമ്മൾ എന്താണ് അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണം അല്ലെ. അപ്പൊ ആ യൂണിറ്റ്, ആ ഒരു ലീഡർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള മെമ്പേഴ്സ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഉറപ്പുവരുത്തുക ഓരോ മെമ്പേഴ്സിന്റെയും പ്രാതിനിധ്യം കൊണ്ട് തന്നെയാണ് അവിടെയുള്ള യൂണിയൻ ലീഡറിനെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നത്. That is, he can take a part in the collective bargaining process with his employer. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു ലീഡർഷിപ്പിനെ വാഴിച്ചിരിക്കുന്നത് ഈ എംപ്ലോയീസിന്റെ മെമ്പർഷിപ്പ് കൊണ്ടാണ് അല്ലെ. അവര് എലക്ട് ചെയ്തിട്ടാണ് അവരെ ലീഡറാക്കി തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയറിൽ നിന്നും
അവർക്ക് ആവശ്യമായിട്ടുള്ള ബെനിഫിറ്റ്സുകളൊക്കെ ബാർഗെയിൻ ചെയ്തെടുക്കേണ്ട പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആരെ നിക്ഷിപ്തമായിരിക്കുന്നു? ഈ ലീഡറിൽ നിക്ഷിപ്തമായിരിക്കുന്നു. So it can be said that trade unions always aim at attaining industrial democracy, equity, and peace among all the employees and employers. Okay. നമുക്കറിയാം അവിടെ ബാർഗെയിൻ ചെയ്തെടുക്കാനുള്ള പവർ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ആ ലീഡർ ട്രേഡ് യൂണിയന്റെ ലീഡർക്ക് ലഭ്യമാക്കുന്നത് എംപ്ലോയിയിൽ നിന്നുള്ള വോട്ടിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ എംപ്ലോയർ അല്ലെ തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയറിൽ നിന്ന് ബാർഗെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ട് അവിടെയുള്ള ലീഡേഴ്സ് ഇരിക്കേണ്ടതുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെ യൂണിറ്റിയോട് കൂടിയിട്ട് അല്ലെ അവിടെ മെമ്പേഴ്സിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ യൂണിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് ബാർഗെയിൻ ചെയ്തിട്ട് എംപ്ലോയറിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നത്. അവിടെ തീർച്ചയായിട്ടും ലീഡർ എന്താണ് സമാധാനത്തോടു കൂടിയും ഐക്യത്തോടു കൂടിയും തന്നെ ആയിരിക്കണം തീരുമാനങ്ങളൊക്കെ എംപ്ലോയറിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കേണ്ടത്. ഓക്കെ, ക്ലിയറാണോ? അപ്പോ അതിലെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡെമോക്രസിയാണ് അല്ലെ. ഇവിടെ വ്യവസായിക ജനാധിപത്യമാണ് അവിടെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. എന്താണ് വ്യവസായ ജനാധിപത്യം എന്ന് പറയുന്നത്? ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ലീഡറെയാണ് അല്ലെ യൂണിയൻ ലീഡറായിട്ട് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി കാത്തു സൂക്ഷിക്കേണ്ടതും ആരാണ്? ട്രേഡ് യൂണിയനിലെ ലീഡേഴ്സ് തന്നെയാണ്. ഇൻഡസ്ട്രിയൽ ഡെമോക്രസി കാത്തു സൂക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയറും എംപ്ലോയും തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കൊണ്ടുവരണം അല്ലെ. അവിടെ ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? നമ്മുടെ ട്രേഡ് യൂണിയനുകളാണ്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ആ 2 പോയിന്റ് അല്ലെ നമ്മൾ എല്ലായിടത്ത പോയിന്റ്സ് ജസ്റ്റ് വായിച്ചു നോക്കാം. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത് വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഹെഡിങ് മസ്റ്റായിട്ട് പഠിക്കാം. ഇനി കോമൺ തിരിച്ചറിയാവുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ മനസ്സിലാക്കി വെക്കുക. ടു മെയിൻറ്റെയിൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അല്ലെ അവിടെ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി അല്ലെ അവിടെ തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്യുന്നത് അല്ലെ അവിടെ പ്രധാനപ്പെട്ട യൂണിയന്റെ എയിം എന്ന് പറയുന്നത് അച്ചീവിംഗ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി, ഇക്വിറ്റി ആൻഡ് പീസ് അല്ലെ. ആരൊക്കെ തമ്മിൽ? among all the employees and employers. അപ്പൊ യൂണിയന്റെ പ്രധാനപ്പെട്ട എയിം ആണെന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ക്ലിയർ ആണോ? കണ്ടിന്യൂ ചെയ്യാമോ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാലോ. ഓക്കെ, ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ട്രേഡ് യൂണിയൻസ്. നമ്മുടെ ട്രേഡ് യൂണിയന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. ഫസ്റ്റ് പ്രവർത്തനം എന്ന് പറയുന്നത് മിലിറ്റന്റ് ഫംഗ്ഷൻ അല്ലെ. മിലിറ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രേഡ് യൂണിയന്റെ പ്രധാനപ്പെട്ട അല്ലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനൊക്കെ ആയിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. It refers to various activities that are undertaken by trade union for their members, better economic future and
കൺഡ്യൂസീവ് വർക്കിംഗ് കണ്ടീഷൻ ഇൻ ദിയർ എംപ്ലോയ്മെന്റ്. നമുക്കറിയാം അവിടെയുള്ള അംഗങ്ങളുടെ അല്ലെ മെച്ചപ്പെട്ട സാമ്പത്തിക ഭാവി അത് ഉറപ്പുവരുത്താനായിട്ട് അല്ലെ, അത് തീർച്ചയായിട്ടും നമുക്കറിയാം അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെ അവർക്ക് ഉറപ്പ് വരുത്തി കൊടുക്കണം അല്ലെ. വേരിയസ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ അണ്ടർടേക്കൺ ബൈ ട്രേഡ് യൂണിയൻ ഫോർ ദിയർ മെമ്പേഴ്സ് ബെറ്റർ എക്കണോമിക് ഫ്യൂച്ചർ. അതായത് നമ്മൾ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസിന് എന്തെങ്കിലും അല്ലെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പ്രോബ്ലംസ് വരുന്ന സാഹചര്യങ്ങളിൽ നേടിയെടുക്കാനായിരിക്കും നമ്മൾ ഇന്ന യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ പ്രധാനമായിട്ട് നമുക്കറിയാം എക്കണോമിക് ഫീച്ചർ, സാമ്പത്തികമായിട്ടുള്ള ഒരു ഭാവി സുരക്ഷ അല്ലെ, ആൻഡ് കൺഡ്യൂസീവ് വർക്കിംഗ് കണ്ടീഷൻ ഇൻ ദിയർ എംപ്ലോയ്മെന്റ്. അപ്പൊ അവിടെ പ്രത്യേകിച്ച് എന്താണ് എന്തെങ്കിലും അല്ലെ പ്രോബ്ലംസ് നിറഞ്ഞ ഒരു വർക്കിംഗ് കണ്ടീഷനാണ് എങ്കിൽ ആ ഒരു സുരക്ഷ, അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ നടപടികളെല്ലാം സ്വീകരിക്കാനായിട്ടും ട്രേഡ് യൂണിയന്റെ നേതൃത്വം കൊണ്ട് സാധിക്കും അല്ലെ. സച്ച് ആക്ടിവിറ്റീസ് അത് ഏതൊക്കെ രീതിയിലുള്ള കാര്യമാണെന്ന് നോക്കാം. സച്ച് ആക്ടിവിറ്റീസ് ഫോളോയിങ് നിയമ. First one, to ensure increased wages and better working place conditions. തീർച്ചയായിട്ടും ട്രേഡ് യൂണിയൻ എന്ന മീഡിയേറ്ററെ കൊണ്ട് പല കാര്യങ്ങളും എംപ്ലോയിക്ക് നേടിയെടുക്കണമെന്നായിരിക്കുള്ളൂ പ്രധാനമായിട്ടുള്ള ഇൻട്രസ്റ്റ്. ഫസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ യഥാർത്ഥ കൂലി അല്ലെ, അവർക്ക് എന്താ ജോലി ചെയ്തിട്ട് അവർക്ക് കൂലി കിട്ടിയില്ല എങ്കിൽ നമുക്കറിയാം ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലായിരിക്കും അവർ ബാർഗെയിൻ ചെയ്ത് എടുക്കുന്നത് അല്ലെ. അത് മാത്രമല്ല ബെറ്റർ വർക്ക് പ്ലേസ് കണ്ടീഷൻസ്, ഇൻ കേസ് അവർ ഡ്യൂട്ടി എടുക്കുന്ന ഇടത്തില് ആവശ്യമായിട്ടുള്ള എന്താ അവൈലബിൾ ആക്കേണ്ട ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ ആക്കിയിട്ടില്ല എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അവർക്ക് മസ്റ്റായിട്ടും അനുകൂലമാക്കി കുടിക്കേണ്ടതാണ്. ഇൻ കേസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. Then second one, to ensure to increase the stature of employees in the industry. Okay, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ജീവിത നിലവാരം അല്ലെ, അവിടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സ്റ്റേച്ചർ എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ ആയിട്ടുള്ള ഒരു ജീവിത നിലവാരം അത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട്. നമുക്കറിയാം മിനിമം വേജസ് കിട്ടുന്നതോടൊപ്പം തന്നെ അവർ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഇൻക്രിമെന്റ് അല്ലെ കൊടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അതൊക്കെ ബാർഗെയിൻ ചെയ്ത് കൊടുക്കുന്നത് ട്രേഡ് യൂണിയനുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് അവരുടെ ജീവിത നിലവാരം വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. Then to safeguard workers against victimization and injustice. എന്തെങ്കിലും അനീതി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഇടയിൽ എന്തെങ്കിലും വേർതിരിവ് കാണിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനും സുരക്ഷയായിട്ട് നിലകൊള്ളുന്നത് ആരായിരിക്കും? കേസ് അവരുടെ നീതി അല്ലെ എംപ്ലോയീസിന്റെ എന്തെങ്കിലും നീതി നിർവഹണത്തിനോ അല്ലെങ്കിൽ വിവേചനപരമായിട്ടുള്ള എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായാലോ അതിനൊരു സുരക്ഷാ കാര്യങ്ങൾ നടപ്പാക്കി കൊണ്ടുപോരുന്നത് ആരായിരിക്കും? ആരായിരിക്കും? ആരായിരിക്കും മീഡിയേറ്റർ ആയിട്ട് നിലകൊള്ളുന്നത്? എംപ്ലോയിയുടെ ഇടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് ആരായിരിക്കും നിലകൊള്ളുന്നത്? ട്രേഡ് യൂണിയൻ. ഓക്കെ, അപ്പൊ ട്രേഡ് യൂണിയനുകളാണ് അത്തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അല്ലെ. നമ്മളിപ്പോ ഇൻ കേസ് ഒരു എക്സാമ്പിൾ പറഞ്ഞ എക്സ്പീരിയൻസുകളെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പ്രൊമോഷൻ കാര്യങ്ങൾ ലിസ്റ്റിൽ അല്ലെ നമ്മൾ തയ്യാറാക്കുന്നത്. ചിലപ്പോൾ ചില വിവേചനാപൂർവമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ട് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവരൊക്കെ ചിലപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിനെതിരെ ബാർഗെയിൻ ചെയ്ത് അല്ലെ അവിടെ ശക്തമായിട്ട് തന്നെ ബാർഗെയിൻ ചെയ്യാനൊക്കെയായിട്ട് മുതിർന്ന അല്ലെ അതിനെ മുൻകരുതലായിട്ട് എടുക്കുന്നത് ആര് തന്നെയായിരിക്കും? ട്രേഡ് യൂണിയനുകൾ തന്നെയായിരിക്കും. അപ്പൊ ആ 3 പോയിന്റ്സും ജസ്റ്റ് നോട്ട് ചെയ്ത് പോകാം. മെയിൻ എയിംസ് അല്ലെ, മെയിൻ എയിംസ് ഫസ്റ്റ് വൺ നമ്മൾ കണ്ടു, ഇൻക്രീസ്ഡ് വേജസ് ആൻഡ് ബെറ്റർ വർക്കിംഗ് പ്ലേസ് കണ്ടീഷൻസ്. സെക്കൻഡ് വൺ എന്താണ്? ടു ഇൻക്രീസ് ദ stature of employees in the industry. Then third one, to safeguard workers against victimization and injustice. നീതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിവേചനപരമായിട്ടുള്ള നിലപാടിനെതിരെ സേഫ് ഗാർഡ് ആയിട്ട് നിലകൊള്ളുന്നത് ട്രേഡ് യൂണിയൻ തന്നെയാണ്. ഓക്കെയാണോ? ണോ?
Okay. Then നമുക്ക് next നോക്കാം fraternal functions. എന്നുവെച്ചാൽ സഹോദര പ്രവർത്തനം. These are another type of activities which are taken up by these unions in order to help its members in enhancing their efficiency and at the time when they are in need. Okay, നമുക്കറിയാം in case അല്ലെ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകിച്ച് അവിടെ ആ സമയങ്ങളിൽ ഓരോ സമയം കാര്യങ്ങളിലൊക്കെ അവരുടേതായിട്ടുള്ള ഒരു കാര്യക്ഷമത അത് വളർത്തിക്കൊണ്ടുവരുന്നതിന് തീർച്ചയായിട്ടും മെമ്പേഴ്സിന്റെ കാര്യക്ഷമതയൊക്കെ ഓരോ സമയത്ത് വികസിപ്പിച്ചു കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ട്രേഡ് യൂണിയൻ അതിൻ്റെതായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ടേക്കൺ ചെയ്യണം അല്ലെ. ഇൻ കേസ് നമുക്കറിയാം എന്തെങ്കിലും അല്ലെ ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചു കൊണ്ടുപോകണം അല്ലെ. എങ്കിൽ മാത്രമാണ് എന്താണ് അവിടെയുള്ള വർക്കേഴ്സിന് നല്ല രീതിയിൽ തന്നെ അവരുടെ പെർഫോമൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. These unions make effort to promote cooperation and enhance cordial relations among industries. നമുക്കറിയാം എന്താണ് അവിടെ പ്രധാനമായിട്ടും സഹകരണം അല്ലെ ഇത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നത് ട്രേഡ് യൂണിയനുകളാണ് അല്ലെ. അതായത് ഇൻ കേസ് എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ അല്ലെ സംസ്ഥാനത്ത് തന്നെ വിവിധ ഡിസ്ട്രിക്റ്റുകളൊക്കെ ഓരോ ഇതുകളൊക്കെ ഫേമുകളൊക്കെ ഉണ്ട്. അതിലുള്ള യൂണിയനുകള് തീർച്ചയായിട്ടും എന്താണ് അവരുടേതായിട്ടുള്ള കോർപ്പറേഷൻ സഹകരണാർത്ഥം അതിൻ്റെതായിട്ടുള്ള നിലപാടുകളൊക്കെ സ്വീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ വികസിപ്പിക്കാനായിട്ട് പരിശ്രമിക്കും. They also impact the education and culture through their members. Such functions involve the following activities. Okay, നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് എഡ്യൂക്കേഷൻ അല്ലെ തീർച്ചയായിട്ടും ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടായിരിക്കും അല്ലെ. അവിടെയുള്ള തൊഴിലാളികളുടെ വളർച്ച വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. നമുക്ക് അതെന്തൊക്കെയാണെന്ന് ഫസ്റ്റ് വൺ നോക്കാം. അണ്ടർടേക്കിംഗ് മോട്ടിവേഷണൽ വെൽഫെയർ മെഷേഴ്സ്. ഓക്കെ, അവിടെ ക്ഷേമ നടപടികൾ അല്ലെ അത് ഏറ്റെടുക്കൽ. ക്ഷേമ നടപടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളാവാം അല്ലെ. അവിടെയുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളാവാം. ആ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇവർക്ക് ലഭ്യമാക്കി കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത, ഇവർക്ക് വർക്ക് ചെയ്യാൻ ഇത്തിരി സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം ലഭ്യമാകും അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ് അവർ നന്നായിട്ട് വർക്ക് ചെയ്യുകയും തീർച്ചയായിട്ടും നല്ല പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഫസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കുക അണ്ടർടേക്കിംഗ് മോട്ടിവേഷണൽ വെൽഫെയർ മെഷേഴ്സ്. ഓക്കെയാണോ? സെക്കൻഡ് പോയിന്റ് നോക്കാം, ബൂസ്റ്റിംഗ് സെൽഫ് കോൺഫിഡൻസ് ഓഫ് വർക്കേഴ്സ്. അപ്പോ എന്താണ് അവർക്ക് ഒരു ആത്മവിശ്വാസം വളർത്തി കൊടുക്കുക. അതും തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. Appreciating discipline and appreciating discipline and sincerity of employees. അതായത് അവരുടെ അച്ചടക്കത്തിനെയും ആത്മാർത്ഥതയെയും എംപ്ലോയീസിന്റെ അച്ചടക്കത്തെയും ആത്മാർത്ഥതയെയും പ്രശംസിക്കുക അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം അവരെ കുറച്ചും കൂടി പ്രശംസിക്കുമ്പോൾ എന്താണ് അവർക്ക് ഇച്ചിരി കൂടി നല്ല ബെറ്ററായിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം മൈൻഡിലേക്ക് താഴ്ത്തുന്നില്ലേ. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള രീതി ഫോളോ ചെയ്യണം. ക്രിയേറ്റിംഗ് ഗ്രോത്ത് ആൻഡ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ്. നമുക്കറിയാം എന്താണ് വളർച്ച നിരക്ക് അല്ലെ. ഇൻ കേസ് ഓരോന്നിനും നമുക്കറിയാം പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണോ അതൊക്കെ ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെ സൃഷ്ടിച്ചു വെക്കുക. അപ്പൊ നമുക്ക് അതിനനുസരിച്ചിട്ട് തന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പ്രൊട്ടക്ടിങ് ഫീമെയിൽ എംപ്ലോയീസ് ഫ്രം ഡിസ്ക്രിമിനേഷൻ. അതേമാതിരി തന്നെ എന്താണ് മെയിൽ മെമ്പേഴ്സിൽ നിന്ന് ഫീമെയിൽ മെമ്പേഴ്സിനെയൊക്കെ മാറ്റി നിർത്തുന്ന പ്രവണത അല്ലെ അതിനെ സംരക്ഷിക്കുന്നതും ആര് തന്നെയാണ് എന്താണ് ട്രേഡ് യൂണിയനുകൾ തന്നെയായിരിക്കും. അപ്പൊ പലതരത്തിലുള്ള സഹകരണ പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നത് ആര് തന്നെയാണ് ട്രേഡ് യൂണിയനുകൾ തന്നെയാണ്. ജസ്റ്റ് വായിച്ചു നോക്കാം.
എന്താണ് ഫ്രക്ചേണൽ ഫങ്ഷൻസ് വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, മൂന്നാലഞ്ച് പോയിന്റ് ഉണ്ട്, ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോവാം. എന്താണ് മറ്റ് സഹപ്രവർത്തകർ അല്ലെ, മറ്റൊരു തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ വേറിട്ട അല്ലെ സഹോദര പ്രവർത്തനങ്ങളും നമുക്കുണ്ട്. അതായത് മോട്ടിവേഷണൽ വെൽഫെയർ മെഷേഴ്സ്, ബൂസ്റ്റിംഗ് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം വളർത്തുന്നത്, അപ്രീസിയേറ്റിംഗ് ഡിസിപ്ലിൻ ആൻഡ് സിൻസിയറിറ്റി ഓഫ് എംപ്ലോയീസ്, ആത്മവിശ്വാസം അതേമാതിരി തന്നെ അച്ചടക്കമൊക്കെ വളർത്തിയെടുക്കുക, ക്രിയേറ്റിംഗ് ഗ്രോത്ത് ആൻഡ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, അവിടെ വളർച്ചയ്ക്കും അതേമാതിരി തന്നെ എന്താണ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരുപടിയും കൂടി ഉയരാനായിട്ടുള്ള സാധ്യതകൾ അത് സൃഷ്ടിച്ചു കൊടുക്കുന്നതും തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിന് ട്രേഡ് യൂണിയന്റെ നേതൃത്വം നില തന്നെയായിരിക്കും. ചിലപ്പോൾ ആണെങ്കിൽ എന്താണ് ട്രെയിനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടായിരിക്കും അവരുടെ വളർച്ചയ്ക്ക് സ്വാധീനിക്കുന്ന ഒരു അവസരങ്ങളൊക്കെ ലഭ്യമാക്കുന്നത്. അതുപോലെ തന്നെ പ്രൊട്ടക്ടിങ് ഫീമെയിൽ എംപ്ലോയീസ് ഫ്രം ഡിസ്ക്രിമിനേഷൻ, ഓക്കെ, അതായത് ഫീമെയിൽ ആയിട്ടുള്ള എംപ്ലോയീസിലേക്ക് വേർതിരിവിൽ നിന്നും അല്ലെ അവിടെ ആ ഒരു ചട്ടക്കൂടില് എല്ലാവർക്കും ഒരു ഈക്വാലിറ്റി ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ട്രേഡ് യൂണിയന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നിലപാടുകളൊക്കെ എംപ്ലോയേഴ്സിൽ നിന്നും നേടിയെടുക്കും. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും അത് തന്നെയാണ്, ട്രേഡ് യൂണിയനുകൾ തന്നെയാണ്. നമ്മൾ കണ്ടു എന്താണ് പൊളിറ്റിക്കൽ ഫങ്ഷൻസ്. ഓക്കെ, പൊളിറ്റിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ കണ്ട അതിന്റെ പോലെ തന്നെയുള്ള കാര്യമാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സിൽ കണ്ട അതേ പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ദീസ് ഫങ്ഷൻസ് ആർ റിലേറ്റ്സ് ടു association of the trade union with the political party and helping the political party by pairing more members to it. Okay, നമുക്കറിയാം ഓരോ ട്രേഡ് യൂണിയനുകളും ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്തോട് കൂടിയായിട്ട് പ്രവർത്തിക്കുന്നത് അവിടെ കൂടുതൽ മെമ്പേഴ്സിനെ കൂട്ടാനായിട്ട് അവരവരുടെ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ അല്ലെ വിന്യസിക്കും. തീർച്ചയായിട്ടും അവിടെയുള്ള മെമ്പേഴ്സിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ലഭ്യമാക്കുമ്പോൾ തീർച്ചയായിട്ടും മെമ്പേഴ്സ് കൂടുതൽ പേര് ആ ഒരു യൂണിയന്റെ മെമ്പർഷിപ്പ് ആവാനായിട്ട് ആഗ്രഹിക്കും. ഡൊണേഷൻ കളക്ഷൻ ആൻഡ് taking the help of political parties during strikes and lockouts are also the political functions of the trade unions. Okay, രാഷ്ട്രീയപരമായിട്ടുള്ള മറ്റു പ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്താണ് ഇവർക്ക് വേണ്ടിയിട്ട് അല്ലെ ലോക്കൗട്ട്സും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡൊണേഷൻസ് ഒക്കെ എല്ലാവരിൽ നിന്ന് സംഘടിപ്പിച്ച് അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടൊക്കെ ചെയ്ത് അല്ലെ എന്നുള്ള സമരപന്തലിൽ ഇരിക്കുന്നവർക്കൊക്കെ ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഡൊണേഷനും കാര്യങ്ങളൊക്കെ ലഭ്യമാക്കിയിട്ട് ട്രേഡ് യൂണിയൻ അവരവരുടേതായിട്ടുള്ള പങ്കുകൾ നിർവഹിക്കുന്നു. പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ഇൻവോൾവ്സ് വീണ്ടും രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ പെടുന്നു എന്നുള്ള കാര്യം നോക്കാം. First, influencing government policy decisions towards the interest and welfare of workers. Okay, അതായത് നമുക്കറിയാം രാഷ്ട്രീയ സ്വാധീനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതാത് ഗവൺമെന്റിന്റെ രാഷ്ട്രീയ പാർട്ടികളാണ് എങ്കിൽ അവർക്ക് രാഷ്ട്രീയമായിട്ട് ഗവൺമെന്റിനെയും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് അവിടെയുള്ള എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും അല്ലെ. അതുകൊണ്ട് തന്നെയാണ് വേണ്ടത് വർക്കേഴ്സിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഗവൺമെന്റിനെ പ്രചോദിപ്പിക്കുന്ന ഒരു മീഡിയേറ്റർ ആയിട്ട് ആര് പ്രവർത്തിക്കുന്നു, ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നു. സെക്കൻഡ് പറഞ്ഞ contribution in the formulation of the policies as well as their implementation is the duty of a trade union. Okay, ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെ നിന്നുകൊണ്ടായിരിക്കും അല്ലെ ഇപ്പോ ഏതെങ്കിലും പോളിസികളിലൊക്കെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ അല്ലെ സംഭാവനകൾ എംപ്ലോയർ ഇത്രയും സംഭാവന ഇടണം, എംപ്ലോയിക്ക് തുച്ഛമായ സംഭാവന എംപ്ലോയിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ലംസം എമൗണ്ട് ആയിട്ട് അവർക്ക് ഏത് സമയത്താണോ ആ സമയത്ത് ലഭ്യമാക്കത്തക്ക വിധത്തില് കൈകാര്യം ചെയ്ത് അറേഞ്ച് ചെയ്യുന്നതും ആ ഒരു ഫോർമുലേഷൻ നടപ്പാക്കുന്നതുമാര് തന്നെയാണ് ട്രേഡ് യൂണിയന്റെ നേതൃത്വം തന്നെയാണ്. Then in many countries, unions are greatly interested in the political process of the government and try to participate in it actively. Okay, നമുക്കറിയാം അവിടെ എന്താണ്
പ്രധാനമായിട്ട് പല കൺട്രികളിലാണെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു അല്ലെ പ്രോസസ്സിന്റെ അതിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ഗവൺമെന്റിന് കുറെ കാര്യങ്ങളൊക്കെ നടപ്പാക്കി കൊണ്ടുവരുന്നത്. ഇന്ത്യൻ കൺട്രീസ് യൂണിയൻസ് ആർ greatly interested in the political process of the government and try to participate in it actively. Okay, നമ്മള് നല്ല നിലപാടുകൾ എടുത്തുകൊണ്ട് തന്നെ അവര് നല്ല ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഇതുകൊണ്ട് the status of economic and social development decides what would be the type of the extent of participation of the union in the political process of the government. ഓക്കെ, നമുക്കറിയാം സാമ്പത്തികമായിട്ട് സാമൂഹ്യമായിട്ടുള്ള രീതിയിൽ അല്ലെ അവിടെ എന്താണ് പലതരത്തിലുള്ള പശ്ചാത്തല ഘട്ടത്തിലെല്ലാം തന്നെ ട്രേഡ് യൂണിയനുകൾ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം പറയുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഡിസൈഡ്സ് അവരുടെ സാമൂഹികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ അല്ലെ ഡെവലപ്മെന്റ് തീരുമാനങ്ങളില് തീർച്ചയായിട്ടും എന്താണ് നല്ലൊരു പങ്ക് ട്രേഡ് യൂണിയന്റെ പാർട്ടിസിപ്പേഷൻ കൊണ്ട് നടപ്പാക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം രാഷ്ട്രീയ സ്വാധീനത്തോട് കൂടിയിട്ട് ഫണ്ടൊക്കെ കളക്ട് ചെയ്തിട്ടായിരിക്കും അവർക്ക് തീരുമാനം, അല്ലെങ്കിൽ ഇൻ കേസ് അത്തരത്തിലുള്ള അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു സാമൂഹികപരമായിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോസസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കി കൊടുക്കുന്നതും ട്രേഡ് യൂണിയന്റെ പങ്കുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ പൊളിറ്റിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ നേരെ ആലോചിക്കാം ഗവൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള ഒരു അല്ലെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു യൂണിയനായിട്ട് നിലപാടെടുക്കാനായിട്ട് സാധിക്കുന്നത് ട്രേഡ് യൂണിയനാണ്. ഓക്കെ, ആണോ ജസ്റ്റ് വായിച്ചു നോക്കാം. കുഞ്ഞു കുഞ്ഞു പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. 4 പോയിന്റ്സ് ഉണ്ടെങ്കിലും അതേമാതിരി തന്നെ ഇവിടെ അല്ലെ ഇൻഫ്ലുവൻസ് ഗവൺമെന്റ് പോളിസി ഡിസിഷൻ ഡിപ്പെൻഡ്സ് അണ്ടർസ്റ്റാൻഡ് വെൽഫെയർ ഫണ്ടേഴ്സ്. Contribution in the formation of the policy as well as their implementation is the duty of a trade union. Duty of a trade union. Last duty of a പറഞ്ഞുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂട്ടി ഓഫ് ട്രേഡ് യൂണിയന്റെ അല്ലെ ഒരു ജോലിയാണ് ഈ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? വായിച്ചു നോക്കാം. ആ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഒക്കെ ഒന്ന് അറിയപ്പെടുത്തുക. ഓക്കെ, നമുക്ക് അടുത്തതായിട്ടുള്ള പോയിന്റിലേക്ക് പോവാം. എന്താണ് ancillary functions? Ancillary functions എന്ന് പറയുമ്പോൾ nowadays unions have acquired representative functions other than their usual functions. Okay, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന റെപ്രസെന്റേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അവരെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെ, അതൊക്കെ അപ്പുറം അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികളും ഉണ്ട് അവിടെ. തീർച്ചയായിട്ടും ancillary function ആയിട്ട് some of the trade unions are trying to enhance the area of their service in order to create value in the eye of their members. Okay, മെമ്പേഴ്സിന്റെ കാഴ്ചപ്പാടിലുള്ള ഒരു വാല്യൂ അല്ലെ, ആ ഒരു വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്താണ് അവിടെയുള്ള വർക്കേഴ്സിന് അവരുടേതായിട്ടുള്ള
നേട്ടങ്ങൾ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ അവൈലബിൾ ആക്കണം. വേരിയസ് സർവീസ് ദാറ്റ് ആർ പ്രൊവൈഡഡ് ബൈ ദ include legal and financial advice as well as how to improve on a scale. Okay, ചിലപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിക്ക് അല്ലെ ആ വ്യക്തിയുടെ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് അവർക്ക് എന്താണ് ചിലപ്പോൾ വേണമെങ്കിൽ ഹയർ ഓപ്ഷനിലേക്ക് പോകാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും അല്ലെ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്ത് ഇച്ചിരി കൂടി ഇംപ്രൂവ് ആക്കി പോകാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെ വേരിയസ് service that are provided by them include legal and financial advice as well as how to improve on the scale. അല്ലെ എങ്ങനെ ഓരോരുത്തരുടെയും സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ അവിടെ പ്രധാനമായിട്ട് അറിയിക്കുന്നതാണ്. These new functions of a trade union are known as ancillary functions. ഇങ്ങനെ മറ്റു തരത്തിലുള്ള ഇതുകൾ അല്ലെ അവരുടെ ഇതായിട്ടുള്ള മറ്റു മൂല്യങ്ങൾക്കും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് തീർച്ചയായിട്ടും ancillary functions എന്ന് പറയുന്നത്. This can be categorized under the following heads. Okay, ഈ പറഞ്ഞ അനുബന്ധ പ്രവർത്തനങ്ങളെ വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. നോക്കാം, വെൽഫെയർ ആക്ടിവിറ്റീസ്, എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക്കേഷൻ of periodicals, newsletters or magazine, then fourth research. Okay, just getting a right here. നിങ്ങൾ റെഡി കിട്ടിയോ? ജസ്റ്റ് വായിച്ചു നോക്കാട്ടോ. നോക്കാം, when it takes when it talks about the welfare activities അല്ലെ അവിടെ ancillary functions ലെ ഫസ്റ്റ് പോയിന്റ് നോക്കാം. welfare activities, these are various types of welfare measures which are taken by many unions. Okay, നമ്മളിപ്പോ നേരത്തെ കേട്ടത് എന്താണ് ആക്സിലറി ആയിട്ടുള്ള കുറെ ഫങ്ഷൻസുകൾ നമ്മൾ പ്രദാനം ചെയ്യണമെന്ന് കണ്ടു അല്ലെ. അപ്പൊ അതില് പ്രധാനമായിട്ടും പറയുന്നത് എന്താണ് വെൽഫെയർ ആയിട്ടുള്ള മെഷേഴ്സ്, ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് അവിടെ മെഷർമെന്റ് എടുക്കണം. ഏതൊക്കെ തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും അല്ലെ, അവിടെയുള്ള എംപ്ലോയീസിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എത്രത്തോളം ഉണ്ട് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ലഭ്യമാക്കുന്നത്. നമുക്കറിയാം, this includes providing houses, mutual funds, cooperative stores, cultural programs, setting up cooperative housing societies, banking and other medical facilities. Okay, അവിടെയുള്ള കമ്പനിയിലുള്ള അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ചെയ്യാൻ സാധിക്കും അല്ലെ. അവിടെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഒറ്റ അനുമതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇൻക്ലൂഡിംഗ് പ്രൊവൈഡിങ് ഹൗസസ് അല്ലെ, അവർക്ക് വേണമെങ്കിൽ താമസിക്കാനായിട്ടുള്ള വീടുകൾ ലഭ്യമാക്കാം, മ്യൂച്വൽ ഫണ്ടുകൾ രൂപീകരിക്കാം, കോർപ്പറേറ്റീവ് സൊസൈറ്റീസ്, സ്റ്റോഴ്സ്
കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് നമുക്കറിയാം അവർക്ക് അല്ലെ ആ ഒരു ഇതിലെ അല്ലെ തീർച്ചയായിട്ടും നമ്മളിപ്പോ എന്താണ് ആ കമ്പനിയുടെ മാത്രം ഒരു ബിൽഡിങ്ങിലാണെങ്കിൽ ക്വാർട്ടേഴ്സിലാണ് താമസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ പറയുന്നത് റിസ്ക് ആണ്. ഇപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റി അവിടെ തന്നെ ആ ഏരിയയിൽ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ സ്ഥാപിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അനുയോജ്യമായിട്ടുള്ള സാധനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ സാധിക്കും. കൾച്ചറൽ പ്രോഗ്രാംസ് നമുക്കറിയാം അവിടേതായിട്ടുള്ള ഒരു സാംസ്കാരിക ശീലങ്ങൾ അല്ലെ അത് വളർത്തിയെടുക്കാനൊക്കെയായിട്ട് സാംസ്കാരിക പ്രോഗ്രാംസുകൾ അവതരിപ്പിക്കാം. സെറ്റിംഗ് അപ്പ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ്. ഓക്കെ, നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിയുമ്പോഴെന്താണ് പല കാര്യങ്ങളും അതിൽ നിന്ന് രൂപീകരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസിനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ബാങ്കിങ് ആൻഡ് അതർ മെഡിക്കൽ ഫെസിലിറ്റീസ്. ഓക്കെ, നമുക്കിപ്പോ ഹൗസിംഗ് ലോൺ കിട്ടാനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ കിട്ടാനോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും മെഡിക്കൽ ആയിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കാനോ അങ്ങനെ പലതരത്തിലും എന്താണ് വെൽഫെയർ ആയിട്ടുള്ള ആക്ടിവിറ്റീസും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും ട്രേഡ് യൂണിയനുകളാണ്. അപ്പൊ നമുക്കറിയാം ആ കമ്പനിക്ക് അനുയോജ്യമാണ്. നമുക്ക് എന്താണ് സർവേ ഒക്കെ നടത്തിയിട്ടായിരിക്കും എന്താണ് എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ. അപ്പൊ അവര് അവരുടേതായിട്ടുള്ള ആശയങ്ങളൊക്കെ പങ്കുവയ്ക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള എന്താണ് പ്രൊവൈഡിങ് ഹൗസസും മ്യൂച്വൽ ഫണ്ട്സും കോപ്പറേറ്റീവ് സൊസൈറ്റീസും കൾച്ചറൽ പ്രോഗ്രാംസ് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളൊക്കെ രൂപം കൊള്ളുന്നത്. These activities also include the training of women in various crafts and skills which can be them in contributing to their family income. Okay, നമുക്കറിയാം അവിടെ അല്ലെ തൊഴിലാളികൾക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് മെയിൽ അല്ലെ ഫീമെയിൽ ആയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചുരുക്കൂട്ടി വെക്കാനായിട്ട് അല്ലെ അവരുടെ സേവിങ്സിന് വേണ്ടിയിട്ടൊക്കെ അഡീഷണൽ ആയിട്ടുള്ള സാഹചര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യും. കേസ് അവിടെ അപ്പൊ കോൺട്രിബ്യൂഷൻ ഓഫ് ദർ ഫാമിലി ഇൻകം അപ്പൊ അവർക്ക് എന്താണ് ആ ഫാമിലി ഇൻകത്തോടൊപ്പം കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. There are certain unions which are quite active in the field of welfare measures such as the Textile Labour Association. Textile Labour Association, അഹമ്മദാബാദ്. അപ്പൊ അഹമ്മദാബാദിലുള്ള ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ അല്ലെ അവിടെ തീർച്ചയായിട്ടും എന്താണ് ആ ഒരു അസോസിയേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്? വെൽഫെയർ കാര്യങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ പ്രധാനമായിട്ടും TLA നിലകൊള്ളുന്നത്. ഓക്കെ, TLA എന്ന് പറയുമ്പോൾ ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വെൽഫെയർ ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും ട്രേഡ് യൂണിയനുകളാണ്. കുറച്ച് ഇതുകൾ വരുന്നുണ്ട് അസോസിയേഷനുകൾ. These associations is working to organize self-employed women through another setup called self-employed women through ഒരു റിപ്പീറ്റേഷൻ വരുന്നതാണത്. ജസ്റ്റ് വുമൻസ് അസോസിയേഷൻ SCWA ആ ഒരു അബ്രിവേഷനോട്ട് ഇതേ സെൽഫ് എംപ്ലോയിഡ് വിമൻസ് അസോസിയേഷൻ. ഓക്കെ, ഇത് സെൽഫ് എംപ്ലോയിഡ് വിമൻസ് അസോസിയേഷൻ അത് രൂപം കൊള്ളുന്നത് തീർച്ചയായിട്ടും എന്താണ് അസോസിയേഷന്റെയും കൂടിയുള്ള പങ്കാളിത്തം കൊണ്ടാണ് ഈ ഒരു സെൽഫ് എംപ്ലോയിഡ് വർക്കിംഗ് അസോസിയേഷൻ രൂപം കൊള്ളുന്നത്. Then they have also started a banking services for this purpose. അതോടൊപ്പം തന്നെ എന്താണ് ബാങ്കിങ് അല്ലെ ബാങ്കിങ് ആയിട്ടുള്ള സേവിങ്സിന് ആവശ്യമായിട്ടുള്ള പർപ്പസുകൾ കൂടിയിട്ട് ഇത്തരത്തിലുള്ള സേവനങ്ങളും അവിടെ ലഭ്യമാക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് പലതരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അതിൽ സെൽഫ് എംപ്ലോയിഡ് വുമൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് അല്ലെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വുമൺ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അല്ലെ അവിടെ സ്വയം തൊഴിൽ സംരംഭങ്ങൾ
ഓക്കെ, ഈ ഒരു പാരഗ്രാഫ് ആണല്ലേ. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. സ്വയം തൊഴിൽ സംരംഭമാണ്, വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തൊഴിൽ സ്വയം തൊഴിൽ സംരംഭം ആയതുകൊണ്ട് തന്നെ അവർക്ക് സേവിങ്സ് എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ബാങ്കിങ് സർവീസുകൾ ആരംഭിക്കുന്നതാണ് സെൽഫ് എംപ്ലോയ്ഡ് വുമൻസ് അസോസിയേഷൻ, SEWA എന്ന് പറയുന്നത്. അപ്പോ അത്തരത്തിലുള്ള ബാങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും ട്രേഡ് യൂണിയന്റെ നേതൃത്വ നിലകൊണ്ട് തന്നെയാണ്. Then next നോക്കാം എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ വർക്കേഴ്സ് ബിക്കം അവെയർ ഓഫ് ദെയർ എൻവയോൺമെന്റ് ത്രൂ എഡ്യൂക്കേഷൻ. നമുക്കറിയാം വർക്കേഴ്സിന് അല്ലെ അവരുടെ ചുറ്റുപാടും നല്ല ബോധവാന്മാരാക്കേണ്ടതുണ്ട് എന്താണെന്നുള്ള കാര്യം. Certain attempts are taken in this regard by the unions. Okay, എന്താണ് ആ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും ചിലപ്പോഴെങ്കിലും യൂണിയന്റെ നേതൃത്വം നില തന്നെയായിരിക്കും മനസ്സിലാക്കി കൊടുക്കുന്നത്. Then trade union launch various education programs for employees in order to inform them about the problems and matters of their concern. Okay, തീർച്ചയായിട്ടും എഡ്യൂക്കേഷനിലായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുന്നതും ആര് തന്നെയാണ്? ട്രേഡ് യൂണിയനുകൾ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ചില പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാവും അല്ലെ. Employees in order to inform them about the problems and matters of their concern. Okay, അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ അവരെ ബോധവാന്മാരാക്കുന്നു. Then these programs also include such subjects to topics which can be great help to the workers, such as their rights and responsibility, the participation schemes of workers and grievances redressal mechanism prevalent in the organization. അതായത് ഇതിലെ പ്രധാനമായിട്ടും പറയാൻ തെറ്റിയുള്ളൂ അല്ലെ, വർക്കേഴ്സിന് അവരുടേതായിട്ടുള്ള അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അവരുടെ ഉത്തരവാദിത്വം അതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ചിലപ്പോൾ എംപ്ലോയിക്കിന് ലഭ്യമായെന്ന് വരുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്ത് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ അവകാശമാണ്. ഈ അവകാശങ്ങൾ കൃത്യമായിട്ട് തന്നെ നേടിയിട്ടില്ല എങ്കിൽ അത് നേടി കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനുകളാണ് നിലനിൽക്കുന്നത്. The participation scheme of workers and grievance redressal mechanism prevalent in the organization. ആ ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെ ഒരു മുൻകരുതലുകളാണ് ഈ പറഞ്ഞ വർക്കേഴ്സിനെ അല്ലെ അവിടെ തിരിച്ചു വിടാതെ എന്ന് വെച്ചാൽ എല്ലാവരെയും ഒറ്റക്കെട്ടായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ ഉണ്ട് അല്ലെ. അതേമാതിരി തന്നെ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത് മെക്കാനിസം പ്രിവാലന്റ് ഇൻ ദ ഓർഗനൈസേഷൻ. ഈ തരത്തിലുള്ള ഗ്രീവൻസ് എന്ന് പറയുമ്പോൾ പരാതികൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തണമെങ്കിൽ ട്രേഡ് യൂണിയനുകളായിരിക്കും എംപ്ലോയറിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ പരാതി പരിഹാര മാർഗങ്ങള് തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ചിലപ്പോഴൊക്കെ അവർക്ക് അല്ലെ എംപ്ലോയീസിന് ചിലപ്പോൾ ബോധവാന്മാരല്ലാത്തത് കൊണ്ടായിരിക്കും അവർ വർഗീയം ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അപ്പൊ കൃത്യമായിട്ട് അവർക്ക് ഇന്ന നിലപാടുകൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്, ഈ പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ ഇല്ലതാണ് എന്നൊക്കെ കൃത്യമായിട്ട് ഇൻഫോർമേഷൻസ് പകർന്നു കൊടുക്കാനായിട്ട് ട്രേഡ് യൂണിയനുകളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. When we talk about the education of member workers, നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ മെമ്പർ വർക്കേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ it cover all area of their lives. ഓക്കെ, അവര് എല്ലാ തരത്തിലുള്ള ഏരിയ നമുക്കറിയാം വർക്കേഴ്സ് ആണ് അവിടുത്തെ കൃത്യമായിട്ടുള്ള കാര്യനിർവഹകര് അല്ലെ. അപ്പൊ അവരാണ് അതെല്ലാം തന്നെ ഏറ്റെടുത്ത് നടത്തുന്നത്. It works for improving their social lives, make them aware about their environment, increase their knowledge, especially regarding issues that are of most importance to them, their basic rights and duties, etc. Okay, അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു പശ്ചാത്തലത്തില് എന്തൊക്കെ ഡ്യൂട്ടികളാണോ, എന്തൊക്കെ ചുമതലകളാണോ, എന്തൊക്കെ അവകാശങ്ങളാണോ ഉള്ളത് അതെല്ലാം എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസും പകർന്നു കൊടുക്കുന്നതും ട്രേഡ് യൂണിയനാണ്. അതായത് എഡ്യൂക്കേഷൻ ബോധവാന്മാരായിട്ടുള്ള ആ ഒരു ജോലിയെ സംബന്ധിച്ച് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെ അറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, ഇതെല്ലാം തന്നെ അല്ലെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ ട്രേഡ് യൂണിയനുകളാണ്. The government is also being helped by some central organization in executing various schemes related to the education of workers of the company. Okay, തീർച്ചയായിട്ടും ഇത്തരത്തില് നല്ല രീതിയിലുള്ള അല്ലെ കാര്യങ്ങളെല്ലാം, അതായത് ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിന്റേതായിട്ടുള്ള എന്തെങ്കിലും നിലപാടുകളൊക്കെ ഉണ്ടെങ്കിൽ
നമ്മളിപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റേതായിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഈ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവയർനെസ് കൃത്യമായിട്ട് പകർന്നു കൊടുക്കുന്നതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെന്റ് അല്ലെ, കേന്ദ്ര ഗവൺമെന്റിന്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും അതും മനസ്സിലാക്കി കൊടുക്കുന്നതും ആര് തന്നെയാണ്? ട്രേഡ് യൂണിയനുമാണ്. ഗവൺമെന്റ് ഈസ് ഓൾസോ ബീയിങ് ഹെൽപ്പ് ബൈ some central organization in executing various schemes related to the education of workers of the company. ഇപ്പൊ നമ്മളൊരു അസോസിയേഷൻ ഉണ്ടെങ്കിൽ അതിനൊരു ഒരു യഥാർത്ഥമായിട്ടുള്ള ആസ്ഥാനങ്ങൾ ഉണ്ടാവും അല്ലെ. ആ സെൻട്രൽ ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇൻഫോം ചെയ്ത് കൊടുക്കുന്നത് ട്രേഡ് യൂണിയനുകൾ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ബോധവാന്മാരാക്കുക എന്നൊരു ഡ്യൂട്ടി, ഒരു ഫംഗ്ഷനും നിർവഹിക്കുന്നത് ആരാണ്? ട്രേഡ് യൂണിയൻ. ഇപ്പൊ വെൽഫെയർ ആക്ടിവിറ്റീസ് നമ്മൾ കണ്ട ആൻസിലിയറി ഫംഗ്ഷൻസ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മളൊക്കെ അല്ലെ നെക്സ്റ്റിലേക്ക് പോകേണ്ടത്. അതായത് ഈ ഒരു ഫംഗ്ഷനുകളെല്ലാം തന്നെ ഈ ആൻസിലിയറി ഫംഗ്ഷൻസിൽ വരുന്നതാണ്. വെൽഫെയർ ആക്ടിവിറ്റീസും എഡ്യൂക്കേഷനും പബ്ലിക്കേഷൻ ഓഫ് പീരിയോഡിക്കൽസ്, ന്യൂസ് ലെറ്റേഴ്സ്, മാഗസീൻസ്, റിസർച്ച് ഒക്കെ. ഓക്കെ, അപ്പൊ ഇതില് പ്രധാനമായിട്ടും എഡ്യൂക്കേഷനും വെൽഫെയർ ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് എടുത്തത്. ഓക്കെ, ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഏതെങ്കിലും ഭാഗത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ 2-3 മിനിറ്റ് നേരത്തെ നിർത്തിയാണ്. കാരണം കുറച്ച് ഒഴിച്ചൊക്കെ എടുത്തിട്ടുണ്ട്, മനസ്സിലായോ എന്ന് ചോദിക്കാതെ തന്നെ. എനിക്ക് തോന്നുന്നു ആൻസിലറി ഫംഗ്ഷൻസ് മുതലാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും സെന്റൻസുകളൊക്കെ ഓർമ്മപ്പെടുത്തേണ്ടത് എന്തെങ്കിലും ചോദിക്കാം. ഓക്കെ, വായിച്ചു നോക്കാം. ക്ലിയർ ആണോ? ആണോ? നിങ്ങൾ അബ്രിവേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തേരെ. ഇതിന്റെ ഉള്ളിലെ ചോദ്യങ്ങൾ പൊതുവെ കാണാറില്ല, മനസ്സിലാക്കുക. ഈ ഒരു പോയിന്റ്സ് ആണ് ഫാക്ച്വൽ ഫങ്ഷൻസ്. അതേമാതിരി തന്നെ ഈ 2 പോയിന്റ്സ് എന്താണ് ഇൻസ്റ്റന്റ് ഫങ്ഷൻസില് ഈ 3 പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് നോട്ട് ചെയ്തിരിക്കുക. അതിനപ്പുറം അധികം ക്വസ്റ്റ്യൻസ് കാണാറില്ല. ഓക്കെ, അതേമാതിരി തന്നെ സെൽഫ് എംപ്ലോയിഡ് വുമൻസ് അസോസിയേഷൻ സേവ. ഓക്കെ, അത് അല്ലെ, അത് പിന്നെ എന്താ പറയുന്നത്, they have also started banking service for this purpose. അവര് അല്ലെ ബാങ്കിങ് സർവീസിന് വേണ്ടി കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. സെൽഫ് എംപ്ലോയിഡ് വുമൻസ് അല്ലെ, ഏത് അസോസിയേഷൻ എന്താണ്? ദിസ് അസോസിയേഷൻ ഇസ് വർക്കിംഗ് ടു ഓർഗനൈസ് സെൽഫ് എംപ്ലോയിഡ് വുമൻ ത്രൂ അനദർ സെറ്റപ്പ് കോൾഡ് സെൽഫ് എംപ്ലോയിഡ് വുമൻ അല്ലെ. ആ ഒരു പോയിന്റില് ഒരു ക്ലാരിഫിക്കേഷനില് നിങ്ങൾ ആ ഒരു സെന്റൻസ് വെട്ടിക്കളഞ്ഞില്ല കേട്ടോ. ആരെങ്കിലും വെട്ടിക്കളഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരു സെന്റൻസ് വെട്ടിക്കളഞ്ഞത് അത് റിപ്പീറ്റ് ചെയ്ത് വന്നു.
നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.